നിങ്ങൾക്ക് വരികൗസൽ ഉണ്ടോ? അത് ആദ്യഘട്ടങ്ങളിൽ തന്നെ കണ്ടെത്തിയോ? അതിനൊരു പരിഹാരമുണ്ടോ? അതെ, വാരിക്കോസലിന് ഒരു പരിഹാരമുണ്ട്. നിങ്ങളുടെ വാരിക്കോസൽ എളുപ്പത്തിൽ ചികിത്സിക്കാൻ കഴിയും. എന്നാൽ അതിനു മുമ്പ് നിങ്ങൾക്ക് വരികൗസൽ ഉണ്ടായതിന്റെ കാരണങ്ങൾ ചിലത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾക്കറിയാം, ഇത് ഒരു ജീവിതശൈലി രോഗമാണെന്ന് ഞങ്ങൾക്കറിയാം. ജീവിതശൈലി രോഗത്തിൽ ദൈനംദിനം നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ മൂലം നമ്മൾ വാരിക്കോസലായി ബാധിക്കപ്പെടുന്നു. ആദ്യം നമ്മൾ എല്ലാം മനസ്സിലാക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ ദീർഘകാലം ഏതെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലെന്നും വാരിക്കോസൽ ബാധിച്ചിട്ടുണ്ടെന്നും കരുതുക, അഥവാ ഞാൻ പറഞ്ഞതുപോലെ വാരിക്കോസൽ കണ്ടെത്തപ്പെട്ടു. അതിനാൽ ഇതിന് പിന്നിലെ കാരണം മിക്കപ്പോഴും ആദ്യം നിങ്ങളുടെ മലബന്ധം വരുന്നതാണ്. നിങ്ങൾ ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല, പക്ഷേ മലബന്ധം മാത്രമാണ് നിങ്ങളുടെ വരിക്കോസൽ ഉണ്ടാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് കോളിറ്റിസ് അല്ലെങ്കിൽ IBS പോലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കുന്ന ജോലിയുണ്ടെങ്കിലും അതിനുശേഷം നിങ്ങളിൽ വാരിക്കോസൽ ഉണ്ടായത് ചില പരിക്കുകൾ മൂലമാണ്. വാരിക്കോസലിന് കാരണമാകുന്ന ചില കാരണങ്ങൾ ഇവയാണ്. അതിനാൽ നിങ്ങൾ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും വാരിക്കോസൽ രോഗാവസ്ഥ നിങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കാരണങ്ങൾ നീക്കം ചെയ്യേണ്ടതാണ്. ഉദാഹരണത്തിന്, ആദ്യത്തെ കാരണം മലബന്ധമാണ്. നിങ്ങൾ ദീർഘകാലമായി മലബന്ധം അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മലബന്ധം നീക്കം ചെയ്യേണ്ടതുണ്ട്. രണ്ടാമതായി, നിങ്ങൾക്ക് പരിക്ക് ഉണ്ടായാൽ പരിക്ക് എങ്ങനെ സംഭവിച്ചുവെന്നും നിങ്ങൾക്ക് കാണാനും മനസ്സിലാക്ക ചന്ദ്രകാരം ലതതി 01 സാനഹു അംകടിയും വാരിക്കോസൽ പ്രാരംഭഘട്ടത്തിൽ ഉണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കുന്നത് എളുപ്പമാണ്. പരിക്ക് സംഭവിച്ചപ്പോൾ പരിഹാരം മരുന്നുകൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഞരമ്പുകളിൽ വീക്കം അഥവാ വീക്കം മൂലമാണ് വാരിക്കോസൽ കണ്ടെത്തുന്നത്, അഥവാ മലബന്ധം മാത്രമാണ് കാരണമെങ്കിൽ ആദ്യം മലബന്ധത്തെ ചികിത്സിക്കുക. അതുമൂലം നിങ്ങളുടെ വാരിക്കോസൽ സ്വയം മെച്ചപ്പെടാൻ തുടങ്ങും. കാരണം അത് കുറച്ച് സ്വാധീനം ചെയ്യും. കാരണം നിങ്ങൾക്ക് മലബന്ധം ഉണ്ടാകുമ്പോഴെല്ലാം മലം കഴിക്കാൻ പോകുമ്പോൾ നിങ്ങൾ മലം കഴിക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തുന്നു. ഇത് പ്രയോഗിക്കുമ്പോൾ നിങ്ങളുടെ ഉദരം അഥവാ നമ്മൾ പറയുന്ന ഉദരസമ്മർദ്ദം വർദ്ധിക്കുന്നു. ഇതുമൂലം സമ്മർദ്ദ ആക്രമണം വീണ്ടും വീണ്ടും ഉണ്ടാകുന്നു. ഞരമ്പുകളുടെ വ്യാസം വർദ്ധിക്കുന്നു. അവിടെയുള്ള ചുവടുകൾ കീഴ്പടുകൾ സംഭവിക്കാൻ തുടങ്ങുന്നു. അതിനാൽ നിങ്ങൾ മലബന്ധം ഒഴിവാക്കണം. ഇപ്പോൾ ശാരീരിക പ്രവർത്തനത്തിന്റെ ഊഴം വരുന്നു. നോക്കൂ, ഞാൻ ഒരു ലളിതമായ കാര്യം പറയും. ശാരീരിക പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഓട്ടം, സൈക്ലിംഗ് അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നത്, പിന്നീട് നിങ്ങളുടെ പ്രധാന കാരണം സൈക്ലിംഗ്, ഓട്ടം അല്ലെങ്കിൽ നിങ്ങളുടെ ജിം അല്ലെങ്കിൽ ഹെവിവെയ്റ്റ് ലിഫ്റ്റിംഗ് വ്യായാമങ്ങൾ ആകാം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ശക്തി പരിശീലനം. ഇപ്പോൾ ഈ വ്യായാമം എങ്ങനെ സ്വാധീനം ചെയ്യുന്നു? അതിനു പിന്നിലെ കാരണം നോക്കൂ. കാരണം നിങ്ങൾ ഓട്ടമോ സൈക്ലിംഗോ ചെയ്യുമ്പോൾ നമ്മുടെ വൃഷണങ്ങൾ ഒരു മൃദുവായ ഭാഗം പോലെയാണ്. കാരണം അവിടെ കഠിനമായ പേശികളില്ല, ഒരു പ്രധാന അസ്ഥിയും ഘടിപ്പിച്ചിട്ടില്ല. അതിനാൽ ഇത് കൂടുതൽ സ്വാധീനം ചെലുത്തേണ്ടതുണ്ട്. നിങ്ങളുടെ ജട്കകൾ അഥവാ ആദ്യം സഹിക്കുന്നത് നിങ്ങളുടെ വൃഷണങ്ങളാണ്. അതുകൊണ്ടാണ് അണിയേണ്ടത് അടിവസ്ത്രം. അതുകൊണ്ടാണ് ജിമ്മുകൾ പോലും നിങ്ങൾക്ക് സപ്പോർട്ടർ ധരിക്കണമെന്ന് പറയുന്നത്. അടിസ്ഥാന കാരണം ആദ്യം ബാധിക്കുന്ന ഭാഗം നിങ്ങളുടെ സ്ക്രോട്ടം പ്രദേശമാണ്. വൃഷണകോശത്തിനും അതിൻ്റെതായ പ്രകൃതമുണ്ട്. സ്വന്തം താപനിലയനുസരിച്ച് അത് വൃഷണങ്ങളെയോ സ്ക്രോട്ടത്തെയോ മുകളിലേക്കും താഴേക്കും കൊണ്ടുവരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇത് സങ്കോചനവും തൂക്കലും ഉണ്ടാക്കുന്നു. സങ്കോചനം ആവശ്യമായി വരുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തോട് ചേർന്ന് പിടിക്കുന്നു. അതിനാൽ അടിസ്ഥാനപരമായി ഇത് നമ്മുടെ ശരീരത്തിന്റെ അത്ഭുതകരമായ ഒരു പ്രക്രിയയാണ്. വൃഷണങ്ങൾ സ്വയം മോഡുലേറ്റ് ചെയ്ത് അനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ജിമ്മിങ്ങിലൂടെയോ സൈക്ലിംഗിലൂടെയോ ഓട്ടത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു സാധാരണ നടത്തത്തിലൂടെയോ നാം ആവർത്തിച്ച് സ്വാധീനിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്ക്രോട്ടത്തെ ബാധിക്കുകയും വരിക്കോസ് വെയിൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ സൈക്ലിംഗ്, ഓട്ടം, ശാരീരിക പ്രവർത്തനം അല്ലെങ്കിൽ ശക്തി പരിശീലനം പോലുള്ളതിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉടനെ നിർത്തേണ്ടതുണ്ട്. ഇനി ഇതിന് പരിഹാരം എങ്ങനെയെന്ന് നോക്കാം. ഇത് ഭേദമാക്കാൻ 3 മാർഗങ്ങളുണ്ട്. ഞാൻ എന്റെ ഓരോ വീഡിയോയിലും പറയുന്നു. വ്യായാമം നിങ്ങളുടെ ദൈനംദിന ദിനചര്യയിൽ ഉൾപ്പെടുത്തുക. വ്യായാമം നിങ്ങളുടെ മുന്നിൽ തന്നെയാണ്, അതായത് നിങ്ങളുടെ കാലുകൾ ഉയർത്തുക. ബട്ടർഫ്ലൈ ആസനം എന്ന ഒരു ലളിതമായ വ്യായാമം നിങ്ങളുടെ ദൈനംദിന ജീവിതശൈലിയിൽ ഈ 2 വ്യായാമങ്ങളും ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് രാവിലെയോ വൈകുന്നേരമോ ചെയ്യാം. ഇത് അങ്ങനെ ഫലപ്രദമാകും. എന്നിട്ട് ഒപ്പം ചെയ്യുക. ഇതുകൂടാതെ നിങ്ങളുടെ ഡയറ്റിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്.
എരിവുള്ള ഭക്ഷണം കഴിക്കരുത്. ലഘുഭക്ഷണം കഴിക്കുക. ഉയർന്ന അളവിൽ ഫൈബർ കഴിക്കുക. ഇത് നിങ്ങളുടെ വയറിനെ നല്ലതാക്കും. അധികം സമ്മർദ്ദം ചെലുത്തരുത്. നിങ്ങളുടെ വൈക്കോസ് വെയിനുകളെ വീണ്ടും ആക്രമിക്കരുത്. നമ്മളിവിടെ എന്താ ചെയ്തത്? കുടലിന്റെ ആരോഗ്യത്തിനായി ഞങ്ങൾ പ്രവർത്തിച്ചു. വ്യായാമത്തിലൂടെ ഞങ്ങൾ രക്തപ്രവാഹത്തിലും പ്രവർത്തിച്ചു. മൂന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സപ്പോർട്ട് ആണ്. നിങ്ങൾക്ക് വരിക്കോസിൽ ഉണ്ടെങ്കിലും അല്ലെങ്കിലും ഒരു സപ്പോർട്ടർ ധരിക്കേണ്ടത് നിർബന്ധമാണ്. എന്നിരുന്നാലും നിങ്ങളുടെ ജീവിതശൈലിയിൽ നിങ്ങൾ ഏതെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ടർ ധരിക്കുന്നത് പ്രധാനമാണ്. അതിനാൽ സപ്പോർട്ടർ, രണ്ടാമത്തേത് മൂന്നാമത്തേത് നിങ്ങളുടെ എക്സർസൈസ്. ഈ 3 കാര്യങ്ങളോടെ നിങ്ങളുടെ വരിക്കോസിൽ എളുപ്പത്തിൽ ചികിത്സിക്കാൻ കഴിയും. ഒരു ചികിത്സയും ഇല്ലാതെ, ഒരു മരുന്നും ഇല്ലാതെ. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, അത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ നൽകിയ നമ്പറിൽ എന്റെ ടീമുമായി ബന്ധപ്പെടാം. നിങ്ങൾക്ക് ഇതിന് ശരിയായ പരിഹാരം ലഭിക്കും. അടുത്ത വീഡിയോയിൽ കാണാം.